യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന എപ്പിസോഡ്, 4-ാമത്തെ എപ്പിസോഡ്. അപ്പം ഇന്ന് കാണുന്ന സഭകളൊക്കെ ആരാ? ഇന്ന് കാണുന്ന സഭകളെന്നൊക്കെ അവരോട് ചോദിക്കണം ആരാണ്. അത് ഓരോ സഭകളാണ്, ഓരോ സഭകളാണ്. പുലയർ മഹാസഭ, SNDP സഭ, പിന്നെ നിയമസഭ, ആ സഭ, ഈ സഭ, IPC സഭ, ഷാരോൻ സഭ, ചർച്ച് ഓഫ് ഗോഡ് സഭ, ഇങ്ങനെ ഓരോരുത്തരും ഓരോ സഭകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ മനുഷ്യ സംഘടനകളാൽ നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വാസ്തവമുണ്ട്. അല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവൃത്യന്മാർ നടത്തുന്ന സഭകളാണെങ്കിൽ ഓക്കെ, ഞാൻ അതിനെതിരല്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചു? ദൈവം നിയമിച്ചു. എന്തിനാണ് നിയമിച്ചത്? ഇത് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തിനാണ് നിയമിച്ചത്? നാം എല്ലാവരും നിയമിച്ചത്, നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ പ്രാപിക്കണം. എല്ലാവരും പ്രാപിക്കണം. ഇന്നെല്ലാവർക്കും ഉണ്ടോ അത്? ദൈവസഭകൾക്ക് എല്ലാവർക്കും ഉണ്ടോ അത്? വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ദൈവസഭയിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടോ? എവിടെ ഉണ്ട്? വിശുദ്ധന്മാരുടെ ദാസാനുള്ള ശുശ്രൂഷ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനാകുന്നു. ശരീരമാം സഭയുടെ ആത്മീയ വർധനവിനാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇതെവിടെയുള്ള? ഉപദേശത്തിന്റെ ഒരു തുമ്പ് പോലും അറിഞ്ഞുകൂടാത്ത എന്നെ ഉപദേശിയ. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം അറിയില്ലെങ്കിൽ എന്നാ പ്രസംഗിക്കുക? എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. 3-3.5 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കൈയിരിക്കുന്ന കാശെല്ലാം കൂടി ചോത്രകാഴ്ച പാത്രത്തിലോട്ട് അടിച്ചു മാറ്റി പുള്ളി സ്ഥലം വിടുക ചെയ്യുന്നത്. ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ട്, വാടകയ്ക്കാണ് അവർ വരുന്നത്. ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ അവർ വാടക കൊടുക്കും. എത്ര രൂപയെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി കൊന്നു ഭയങ്കര ബഹളവും കേട്ടും കൂത്തും ആദ്യം ഇതും ചാടി ബഹളം ഉണ്ടാക്കി അങ്ങ് പോകും. പിറ്റേ ആഴ്ചയിലും പിന്നെ ഇത് തന്നെ പ്രസംഗം. അനുഗ്രഹം ആവശ്യമുള്ളവർ ആരും സാമ്പത്തിക ഞെരുക്കം ആവശ്യം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞെരുക്കം തീർന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം കഷ്ടത മാറിയില്ലേ? മാറിയില്ലെന്നേ. ഇത് ചുമ്മാ കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കഷ്ടത വരുമ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അത് ഞെരുക്കം മാറ്റാനും കഷ്ടത മാറാനും കിടന്ന് പാട്ടുപാടി തലയറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നിനക്കെതിരെ വരുന്ന കഷ്ടത നിന്നെ ദൈവം പണിയാൻ അയക്കുന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകത്തോടത്തോളം കാലം നമ്മൾ വിശ്വാസിയല്ല, നമ്മളൊരു അവിശ്വാസിയാണ്. കഷ്ടതകളിലൂടെ, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചപ്പോൾ കഷ്ടത വേണ്ടെന്ന് പറയുന്ന എവിടത്തെ ഉപദേശമാണ് അത്? മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു. ഇന്ന് ലോകം മുഴുവൻ ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുകയാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകാതെ പോകരുത്. ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് വിശ്വാസത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ നാം പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കും? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ മേൽപ്പറഞ്ഞ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് അതനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിപ്പോകും. ഈ മനുഷ്യരുടെ ചതി എന്നുള്ള ഭാഗത്ത് ബൈബിളിൽ എഴുതി ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ എന്നെഴുതി വെച്ചോണം. കാരണം RSSകാരും BJPക്കാരനും വന്ന് നിങ്ങളെ ഉപദേശിക്കില്ലല്ലോ, പാസ്റ്റർമാരല്ലേ ഉപദേശിക്കുന്നത്. വാക്യം തരണോ? യെശയ്യാപ്രവചനം 2-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാവ് 2, പ്രവചന പുസ്തകം യെശയ്യാവ് 2. അതിൽ പ്രവാചകൻ നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രവചിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഞെട്ടിപ്പോയി ആ വാക്യം കേട്ടപ്പോൾ. അന്ന് മുതൽ ഞാൻ ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങി. യെശയ്യാപ്രവചനം 3-ാം അധ്യായം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ച് കളയും എന്ന വാക്യം. സ്തോത്രം, സ്തോത്രം. യെശയ്യാപ്രവചനം 12-ാം വാക്യം. എൻ്റെ ജനമേ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഈ കുട്ടികൾ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപദേശം അറിഞ്ഞുകൂടാത്ത പിള്ളേര്, പാസ്റ്റർമാര്, കക്കും ചുക്കും അറിഞ്ഞുകൂടാത്തവര്, പൂച്ചാൻ തേടി വെച്ച് നടക്കുന്നവനൊക്കെ ഉപദേശിയാണെന്നും പറഞ്ഞ് നടക്കുന്നവനൊക്കെ എന്ത് ചെയ്യുക? കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, വിശ്വാസികളെ പീഡിപ്പിക്കുക, അവരുടെ ആത്മാക്കളെ നശിപ്പിച്ച് കളയാന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. സഹോദരിമാരുടെ പ്രസംഗം ചവറ് പോലെ നടന്നുകൊണ്ടിരിക്കുക. സഹോദരിമാർക്ക് പ്രസംഗവും ശുശ്രൂഷയും വേദപുസ്തകത്തിലില്ല. അവർക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് പ്രവചിക്കാം. പിന്നെ സഹോദരിമാരുടെ ലീഡർഷിപ്പ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉപദേശം പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിലില്ല. അങ്ങനെ ഫേബ, ഷീസ് എ സർവൻ്റ് ഓഫ് ചർച്ച് എന്നാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൽ. അവർ സഭയുടെ സർവൻ്റായിരുന്നു. സഭയുടെ ഭൗതിക കാര്യങ്ങൾ നടത്തുന്നതിൽ ലീഡർഷിപ്പിൽ നിന്ന ആളാണ് എന്നും പറഞ്ഞ് വചനം പ്രസംഗിച്ച് നടത്താനൊന്നും അപ്പോസ്തലന്മാരും കർത്താവ് ഒന്നും സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ദയവായിട്ടൊന്ന് നമ്മളത് പഠിച്ചുകൊള്ളണം. വചനം പ്രസംഗിച്ച് നടത്താൻ സഹോദരിമാരെ ദൈവം ആക്കി വെച്ചിട്ടില്ല. വചനം അങ്ങനെ പറയുന്നില്ല. കൃത്യമായിട്ട് ഞാൻ പറയുന്നു. എവിടെയെങ്കിലും എടുക്കാം, 14-ാം അധ്യായം. ഈ വാക്യം ഒന്ന് വായിച്ചിട്ട് പോവാം. നീ സ്തോത്രം. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു, നീ നടക്കേണ്ടെന്ന വഴി അവർ നശിപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ കാര്യം. നേരത്തെ പറഞ്ഞ വിഷയം 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ എടുക്കുക. ഒത്തിരി ഉപദേശം ഉണ്ടെങ്കിലും പൗലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പെട്ടെന്ന് സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 14-37. നീ പ്രവാചകനെന്നോ പൗലോസ് എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് എന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 34 തൊട്ട് വായിക്കുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ വന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്ന പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ഇത് സാമ്പാഷണ ഉപദേശമല്ല. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലോസ് പറയുന്ന ഉപദേശമാണ്. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമോ പുറപ്പെട്ടതല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ കൽപ്പനയാണ് പൗലോസ് എഴുതി വെച്ചത്. നമ്മൾ ആ നിലയിൽ അത് പഠിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. വേർവാം കൂടി ഒരു വാക്യത്തോട് ഒരു ഉപവാക്യം കൂടി തന്നു കഴിയുമ്പോൾ കാര്യം ക്ലിയറായി. 1 തിമോഥെയോസ് 2:8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഈ വചനങ്ങളൊക്കെ ഇന്ന് പെന്തക്കോസ്തുകാർ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കണക്ക് ദൈവത്തോട് കൊടുത്തോണം. എനിക്കതേ പറയാനുള്ളൂ. ഉപദേശം തെറ്റിച്ചാൽ കണക്ക് ദൈവത്തോട് കൊടുക്കണം. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഞാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പൗലോസ് അനുവദിക്കുന്നില്ല. പൗലോസ് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനം അനുവദിക്കുന്നില്ല. വചനം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് വരുന്ന വചനം ദൈവമായിരുന്നു. കർത്താവ് അനുവദിക്കുന്നില്ല, അപ്പോസ്തലന്മാർ അനുവദിക്കുന്നില്ല, ദൈവവചനം അനുവദിക്കുന്നില്ല. അത് വിലക്ക് തരികയാണ്. പക്ഷേ ഇന്ന് പലരും സഹോദരിമാരും ഭയങ്കര അടിപൊളി പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. നടത്തിക്കോട്ടെ. ഈ വചനത്തിന് കണക്ക് അവർ കർത്താവിനോട് കൊടുത്തോട്ടെ. ഞാനവരോടൊന്നും പറയുന്നില്ല. ഈ വചനത്തിൻ്റെ കണക്ക് അവർ ദൈവത്തോട് കൊടുക്കട്ടെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇത് ക്രിസ്തുവിൻ്റെ ഉപദേശമല്ലേ?
പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:1. അവനാണ് പൗലൂസ്. ഡയറക്റ്റായിട്ട് ദൈവസഭയുടെ അപ്പോസ്തലനാക്കിയവനാണ്. ദർശനം, സ്വർഗീയ ദർശനം കൊടുത്ത്. മനസ്സിലാക്കി. പത്രോസ് അത് പറയുന്നുണ്ട്, മറ്റു പല ഭാഗങ്ങളിലും അത് പറയുന്നുണ്ട്, പ്രവചന പുസ്തകങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ 2 വേദഭാഗങ്ങൾ എടുത്ത് ഇവിടെ പൂർണ്ണമായിട്ട് പറയാണ്. സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണാനുസരണത്തോടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അടുത്ത് പറയുന്നത്, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രയെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് സഹോദരി ശുശ്രൂഷമാരെ വചനം വിലക്കുന്നത്? ഹവ്വ പിശാചിന്റെ വലയിൽ അല്ലെങ്കിൽ വാക്കുകളിൽ വീണ് ലംഘനം നടത്തി. അതവിടെ പൗലോസ് എടുത്ത് പറയുന്നേ. അപ്പൊ ആദ്യം വീണ് പോയത് ഹവ്വയാണ്. അവർ രണ്ടുപേരും ഒന്നായിട്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശിക്ഷ, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെടുമെന്ന് പറയാൻ കാരണം, ആദാം ചെയ്ത, ഹവ്വ ചെയ്ത തെറ്റ്, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയത് ആദാമാണ്. ഹവ്വയ്ക്ക് കിട്ടിയ ശിക്ഷ എന്താ? എന്താ ഹവ്വയ്ക്ക് കിട്ടിയ ശിക്ഷ? പറഞ്ഞേ. വേദനയോടെ മക്കളെ പ്രസവിക്കും. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ പറയുന്നുണ്ടായി, ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. അത് അവർ വാങ്ങി എടുത്തതാണ്. ഈ തള്ളച്ചി കാരണം അത് ഉണ്ടായതാണ്. പറഞ്ഞിട്ട് കഥയില്ല. ദൈവത്തെ ആരും കുറ്റം പറയണ്ട. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും പെയിൻ ഏതെങ്കിലും വിഷയത്തിൽ അനുഭവിക്കുന്നെങ്കിൽ അവർ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ മനസ്സിലാക്കി ആരെയും പഴിചാരരുത്. പഴിചാരുന്നത് അത്തിയില തുന്നിക്കെട്ടി നഗ്നത മറയ്ക്കുന്നതിന് തുല്യമാണെന്ന് ഓർത്തോണം. ആദാമേ നീ എവിടെ? ഞാൻ ഒളിച്ചിരിക്കുക. എന്തു പറ്റി? ഞാൻ നഗ്നനാ. ആര് പറഞ്ഞു നിന്നോട് നഗ്നൻ? അരുതെന്ന് പറഞ്ഞ് തിന്നോ? തിന്നു തന്നു. എനിക്ക് തന്നു, ഞാൻ തിന്നു. തീർന്നതോടെ. ഈ ഭൂമി ശപിക്കപ്പെടാനുള്ള കാരണം, ഈ ഭൂമിയിലെ മനുഷ്യൻ ഇത്ര ഗതികെട്ട അവസ്ഥയിൽ അപകടകാരികളാകാനുള്ള കാരണം, ഓരോ മനുഷ്യരും ഓരോ മനുഷ്യ ബോംബാണ്. അത് അറബ് രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാ കാര്യം. ഓരോ ഹാമോസും ഓരോ ബോംബാണ്. അതാണ് ദൈവമക്കൾ അവരെ തകർക്കാനുള്ള പ്രധാന കാരണം. എവിടെയെങ്കിലും ചെന്നാൽ അവർ പൊട്ടിക്കും. അതാണ് അവരുടെ രീതി. നിരപരാധികളാണ് അതുകൊണ്ട് മരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഗം നശിച്ചു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്. ഞാനും അത് തന്നെ പറയുക. ഈ ബോംബ് എന്തിനാണ് ലോകത്ത്? ഹല്ലേലൂയ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തവനെല്ലാം ചെകുത്താൻ്റെ സന്തതികളെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? നല്ല കറതീർന്ന മുസ്ലിങ്ങൾ പറയുന്നത് എന്താ? എല്ലാവരും ദൈവസൃഷ്ടിയിൽപ്പെട്ടവരാണ്, ആരെയും കൊല്ലാൻ ദൈവം ആരെയും ആക്കിയിട്ടില്ല. ഞങ്ങളുടെ മതത്തോട് ചേരാത്തവനെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനാണ്. അത് ഏത് മഹാൻ പറഞ്ഞാലും ശരി. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു പോയ വിഷയം ഏതാ? സഹോദരിമാരുടെ ശുശ്രൂഷയാണ്. സ്ത്രീ അത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഞങ്ങളുടെ 94-കാരനായ ഉപദേശി ഒരു ഹാസ്യ രൂപത്തിൽ പറയാറുണ്ട്, അധികം പ്രസംഗമൊന്നും നടത്തണ്ട, കുട്ടികളെ പ്രസവിച്ച് വളർത്തിയാൽ മതി നേരെ ചൊവ്വേ എന്ന് പറയാറുണ്ട് സാധാരണ. കാരണം പ്രസംഗിക്കാനും പ്രബോധിപ്പിക്കുവാനൊന്നും അവരെ ദൈവവചനം വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ, എന്താ കാര്യം? കാരണം എന്താ? ആദ്യം തെറ്റിലകപ്പെട്ടത് ഈ സഹോദരിയാണ്. അതുകൊണ്ട് എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അവരിലാണ്. അവരുമാരെ നിങ്ങളോട് കേൾക്കണം കേട്ടോ. കാര്യമല്ല, ആരാണെങ്കിലും ശരി, തെറ്റ് ചെയ്യാൻ നിങ്ങളാ മുൻപന്തിയിൽ. ആദ്യം തെറ്റിലേക്ക് എടുത്തു ചാടുന്നത് നിങ്ങളാ. അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കണം? എൻ്റെ അമ്മച്ചി, എൻ്റെ മാതാവായ സഹോദരി ആദ്യം തെറ്റ് ചെയ്ത് ലംഘനത്തിൽ അകപ്പെട്ടത് കൊണ്ട് സഹോദരിമാരുടെ ശുശ്രൂഷ അപ്പോസ്തലൻ വിലക്കിയിരിക്കുക. അതുകൊണ്ട് ഞാനും അത് സൂക്ഷിച്ചോണം. ഒരു കുടുംബത്തിൽ സമാധാനം പുലരുന്നത് ആ കുടുംബത്തിലെ ഭാര്യമാരോ അല്ലെങ്കിൽ മക്കളോ ആരാ? പെണ്ണുങ്ങളാണെന്ന് ഓർത്തോണം. ജോലി ചെയ്ത് അധ്വാനിച്ച് ടെൻഷൻ പിടിച്ച് വരുന്ന ഭർത്താവിനെ കത്തുന്ന എണ്ണയിൽ തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പ്രവൃത്തി നമ്മളാരും ചെയ്യരുത്. കാരണം നമ്മളാണ് വിനയത്തോടുകൂടി
ഭവ്യതയോടുകൂടി കുടുംബത്തിൻ്റെ ഭരണസാരഥ്യം നടത്തേണ്ടത്. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ മറന്നിരിക്കുക ആ വാക്യം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് വെറും മുന്തിരിവള്ളിയല്ല, ഫലപ്രദമായ മുന്തിരിവള്ളി. വചനമൊക്കെ വിഴുങ്ങിക്കളയല്ലേ. വിഴുങ്ങിയാലൊന്നും ഞങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് സാധനം, അതുകൊണ്ട് പോകത്തില്ല. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും എന്താ പറ കാന്താരി പോലെ ഒലിവ് തൈകൾ, ഫലം കൊടുക്കുന്ന ഒലിവ്. ആ ഒലിവാണെങ്കിൽ പോലും കർത്താവ് പോയി ഫലം നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ശാപിച്ച് കളഞ്ഞു. അപ്പോൾ ഫലമില്ലെങ്കിൽ ശാപവും കിട്ടും. ഇതൊക്കെ ആരപ്പാ പഠിക്കുന്ന പുസ്തകത്തിൽ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയും ആകും. സാറമ്മ അബ്രഹാം വിളിച്ചു, സാറേ സാറേന്ന് വിളിച്ചപ്പോൾ സാറ എവിടെയായിരുന്നു? ഹലോ, സാറ എവിടെയായിരുന്നു? അടുത്ത വീട്ടിൽ സീരിയൽ കാണുകയല്ല, സാറ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യജമാനനെ എന്ന് വിളിച്ചു. ഇപ്പം എന്തൊക്കെയാ വിളിക്കുന്നത്? ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാ വിളിക്കുന്നത്? ഈ മനുഷ്യൻ അല്ലേ? പല സ്ത്രീകളും വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ദുഷ്ടൻ. ആശി മേടിച്ച് തിന്നുകൊണ്ടിരിക്കുക, മരുഭൂമി കിടന്ന് അധ്വാനിച്ച്. ഇച്ചിരി വിഷമം എനിക്കുണ്ട്. മരുഭൂമി ചോര നീരാക്കി, കാശുണ്ടാക്കി, വീടുണ്ടാക്കി, ഭക്ഷണം കൊടുത്ത് അത് തിന്നിട്ട് എന്തൊക്കെയാ വിളിക്കുന്നേ? മാനസാന്തരപ്പെട്ടോണം. നിന്നോടല്ല പറയണത്, ലോകത്തുള്ള എല്ലാ സഹോദരിമാരോടും, ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. എത്ര ദുഷ്ടനായാലും ശരി ഭയപ്പെടണം, കീഴ്പ്പെടണം. വചനം അത് പറയുന്നത്. അങ്ങനെ ഒന്ന് ഭയപ്പെട്ട് നോക്കിയേ അവർ വരുതിക്ക് വരും. ഇത് പറയുമ്പോൾ വേറൊരു വാക്യം കൂടി ഉള്ളി വരിക. എൻ്റെ ദൈവമേ, പത്രോസിൻ്റെ 1 ലേഖനം 3-ാം അധ്യായം 1 മുതൽ വാക്യം എടുത്ത് വായിച്ചേ. കർത്താവ് നമുക്ക് വചനം തന്നാണ് ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പെട്ടെന്ന് പോവാം, സമയം തീർന്നു. ഏകദേശം 5-8 മിനിറ്റ് കൂടിയുള്ളൂ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാതെ പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. ആരാ? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാതെ ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരാനിടയായിത്തീരും. ഭാര്യ തലയും കുത്തി നിന്നാലോ പിന്നെ അവരങ്ങനെ ചേരുന്നത്? അവൻ തലമണ്ട അടച്ച് പൊട്ടിക്കും. അത് തന്നെ എൻ്റെ കാര്യം. എന്നിട്ട് ഭാര്യമാരെല്ലാം സൂക്ഷിച്ചോണം. ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ ഭയപ്പെടണം. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, അത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്, അത് പിതാവാം ദൈവം തരുന്ന ഉപദേശമാണ്. അമേരിക്കയിലും ലണ്ടനിലും ഏത് രാജ്യത്തും എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇത് അമേരിക്കയിലും ലണ്ടനിലൊക്കെ മെസ്സേജ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവരോടൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷേ വചനം വിട്ടുള്ള ഒരു കളിയുമില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരുന്നോണം, ഭർത്താക്കന്മാരെ ഭയപ്പെടണം. ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന ഭാഷമാരോടൊക്കെ പറയുന്നുണ്ട്. അവരോട് ഭാര്യമാരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവിനെ ഭയപ്പെടണം. ഈ 2 കാര്യങ്ങൾ ഇന്ന് തിരിഞ്ഞു കിടക്കുകയാണ് പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ. അതാണ് കുടുംബം ഗതി പിടിക്കാതെ കിടക്കുന്നതെന്നും മനസ്സിലാക്കിക്കോണം. ഇവിടെ എന്താ പറയുന്നത്? ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ അലങ്കാരത്തെക്കുറിച്ച് കൂടി പറയുക. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നത്. ഈ പൊന്നണിയുന്ന അല്ലൊക്കെ പറയുമ്പോൾ പിന്നെ ഈ പൊന്നു അണിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നവർ, ഈ പാസ്റ്റർമാർ ഓശാന പാടുമ്പോൾ ഇവരെ ചൂരവടി കടിക്കണവരെയൊക്കെ അല്ല. എന്താ നിങ്ങളുടെ അലങ്കാരം? തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതുമല്ല, വസ്ത്രം ധരിക്കുന്നതിന് ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇതാണ് ദൈവത്തിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ടുള്ള ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. സാറ പ്രസവിച്ച ഇസഹാക്കിനെ കൂടിയല്ലേ ഒരു ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടായത്. ദൈവമേ, 190 200 രാജ്യങ്ങളുണ്ടെങ്കിലും ഇസ്രയേൽ എന്ന് പേര് കേൾക്കുമ്പോൾ കിടുകിട വിറയ്ക്കുന്ന എന്താ കാര്യം? ഒരു ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്ന ഒരു ഭാര്യയ്ക്കുണ്ടായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിൻ്റെ സന്തത പരമ്പരയായ ഇസ്രയേൽ.
യഹൂദ ജാതി, യഹൂദ ജയത്തിന്റെ കൊടിയെന്നാണ് ആ പദത്തിന്റെ അർത്ഥം പോലും. യഹൂദ മുമ്പേ നടക്കട്ടെ, ജയിക്കുന്നവൻ മുമ്പേ നടക്കട്ടെ. ഇതാ കിടന്ന് തല്ലി തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. ഒരു രാജ്യം കുട്ടിച്ചോറായി. 70,000 ജനം മരിച്ചു വീണു. 1.5 ലക്ഷത്തിൽ ഫലം മുറിവേറ്റ് കിടക്കുന്നു. കോടാനുകോടി രൂപയുടെ കെട്ടിടങ്ങൾ തവിടുപൊടിയായി. എന്താ കാര്യം? വെളിവുകെട്ട ലീഡർമാരെ, വെളിവുകെട്ട ലീഡേഴ്സ്. ഞാനത് പറയുന്നത് പൊളിറ്റിക്സിലാണെങ്കിലും ആത്മീയ കോളത്തിലാണെങ്കിലും നല്ല വെളിവുള്ള ലീഡർമാരും ദൈവഭയമുള്ള ലീഡർമാരും ദൈവഭയമുള്ളവരും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ലീഡർമാരുണ്ടെങ്കിലേ നമ്മുടെ രാജ്യം പോലും നന്നാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ശാപമേറ്റ് കിടക്കും. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. ഇവിടെ ആദാമും ഹവ്വയും ദൈവം ഏദൻ തോട്ടത്തെ കാപ്പാനായിട്ടാക്കി വെച്ചു. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും ചില വാക്കുകളിൽ ആ കാര്യങ്ങൾ പറയാൻ താല്പര്യമുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സുകൾ ഉൽപാദനം ചെയ്ത് വിൽക്കുന്ന ഒരു രാജ്യം ഇസ്രയേലാണ്. ഏദൻ തോട്ടത്തിലുണ്ടായ അതേ ഫ്രൂട്ട്സുകളാണ് അവരുടെ, അതേ ക്വാളിറ്റിയാണ് അവരുടെ രാജ്യം. അതാ ഒരു ബ്ലെസ്സിങ് ആണത്, ഒരു അനുഗ്രഹമാണത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നീ ഉള്ളംകാൽ വെക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും, അനുഗ്രഹിക്കപ്പെടും. അല്ല, ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ചെകുത്താന്മാർ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ദൈവജനത്തിനെതിരെ നിൽക്കുന്നവരാ. പിതാക്കന്മാർ അനുഗ്രഹത്തിൻ്റെ ബ്ലെസ്സിങ് കൊടുത്ത സമയത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞത് ഇതാണ്. യേശാവിൻ്റെ സന്തതികളെ കുറിച്ച് പറഞ്ഞു വരുന്നത്, നീ അവരെ എതിരെ നിൽക്കുമെന്നാ പറയും. നീ കാട്ട് കഴുതിയാന്നാ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം വചനത്തിലൂടെ നടക്കുന്ന സത്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീജനം ബലഹീനപാത്രമാണെന്ന് ഓർത്തുകൊള്ളണം. ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെ കീഴ്പ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ജീവൻ്റെ കൂട്ടവകാശികളായി തീരുന്നത്. അല്ല, ഒരൊറ്റ ഒരെണ്ണം സ്വർഗത്ത് പോകത്തില്ല. ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർ കീഴ്പ്പെടാത്ത ഒരൊറ്റ സഹോദരിമാർ പ്രവാചികമാരാണെങ്കിലും ശുശ്രൂഷകന്മാരാരെന്ന് പറഞ്ഞാലും സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ നിങ്ങൾ കാണത്തില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ ചവിട്ടിത്തേക്കുക. എബ്രായ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞു വയ്ക്കുന്ന പദം എപ്പോഴും ഭയപ്പെടുന്നതാണ്. ഒത്തിരി നാളായി അത് പറഞ്ഞിട്ട് അതൊന്ന് പറയാൻ കർത്താവിൽ ശരണപ്പെടുക. എന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടിയൊന്നൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് കൊടുത്തതാണ് കേട്ടോ. 26, 27, 28. ഇനി 29, 30. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, അതായത് ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ ചവിട്ടി മെതിച്ചാൽ, ആ ഉപദേശത്തെ തട്ടിക്കളഞ്ഞാൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറിയ ശിക്ഷ വരും. ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാന വിഷയങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നു പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നു പാട്ട് പാടട്ടെ, സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോട് പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. 16-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. രോഗശാന്തി കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ചെയ്തുപോയ അനുസരണക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച നല്ല സൂപ്പർ ഹീലിംഗ് മരുന്ന് കഴിക്കാതെ നമുക്ക് കിട്ടും. സംശയമൊന്നുമില്ല. അടുത്ത, എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ വേണ്ടി പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന വളരെ ഫലിക്കും. എന്നിട്ട് പ്രാർത്ഥനയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് അവസാന അധ്യായങ്ങളിൽ യാക്കോബ് പറയുകയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വീണു. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലുള്ള വിദ്യാഭ്യാസമോ നമ്മളെപ്പോലുള്ള അറിവുകളോ നമ്മളെപ്പോലുള്ള കഴിവോ
പ്രാപ്തിയോ ഭാഷാജ്ഞാനമോ അറിവിൻ്റെ യാതൊരു ലെവലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത ഒരു സാധാരണ ഓർഡിനറി മനുഷ്യനെ യാക്കോബ് ഇവിടെ പറയുന്നത് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. അവർ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. പറഞ്ഞിട്ട് അവനവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വാര്യത്തിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അവൻ ഓടിപ്പോയി കിരീത് തോട്ടിൻ്റെ അവിടെ ഒളിച്ചിരുന്നു. കാരണം എന്താ? ഞങ്ങളുടെ രാജ്യത്ത് മഴ ഇല്ലാതെ ശാപം വാക്ക് ചൊരിഞ്ഞിട്ട് നീ സൂക്ഷിച്ച് ജീവിക്കേണ്ട, ആൾ കൊന്നുകളയോ അവനെ. ഒളിച്ചിരിക്കേണ്ട സ്ഥാനത്ത് ഒളിച്ചിരിക്കണം, ശരിയാ അത്. അപ്പോസ്തലന്മാർ ഒരു ദേശത്ത് വചനം പറയരുതെന്ന് പറഞ്ഞപ്പോൾ അവർ അറുത്ത് മുറിച്ച് അവരോട് തർക്കിക്കാൻ നിന്നില്ല, അവരവിടെ വിട്ടിട്ട് ഓടുക ചെയ്തു. ഇന്ന് പാസ്റ്റർമാരോട് തർക്കിച്ചിരിക്കുന്നവനറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട് ഏത് മതവും പ്രചരിപ്പിക്കാം, അതുകൊണ്ട് ഞങ്ങൾ പറയും, നിങ്ങൾക്ക് തടുക്കാമെങ്കിൽ തടുത്തോന്നാ ഇന്നത്തെ വെളിവ് കേട്ട ഉപദേശിമാർ പറയുന്നു. അല്ല, അവർക്ക് വേണ്ടെങ്കിൽ പൊടിയും തട്ടിക്കളഞ്ഞ് പോകണം, അതാ ശിഷ്യന്മാർ ചെയ്തത്. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി പ്രസംഗിച്ചോ. ഇതൊക്കെ വചനത്തിലുള്ള തെളിവുകളാണ്. ഞാൻ ഇവിടെ വരത്തിട്ട് ഇവിടെ രാജാവിൻ്റെ മുമ്പ് ചെന്ന് പറഞ്ഞിട്ട് കെരീത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. അപ്പോൾ ആ കെരീത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ദൈവം പറയുന്ന, സർവശക്തനായ ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് കാക്കയോട്, കാക്ക പിന്നെയാ വരുന്നത്, വിധവയോട് കൽപ്പിച്ചിരിക്കും. കാക്ക കൊണ്ടു കൊടുക്കുന്ന ആളാ, കൽപ്പന വിധവയോടാ. ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. രണ്ടു കൂട്ടരോട് കൽപ്പിച്ചിരിക്കുക. ഞാൻ പഴയ നിയമമൊക്കെ വായിച്ചിട്ട് ഒത്തിരി നാളുകളായി, ഓർമ്മയിൽ നിന്നെടുത്ത് പറയുക, ചിലപ്പോൾ മിസ്റ്റേക്ക് വരും, ക്ഷമിക്കുക. ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, രണ്ടാമത് വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കാത്ത ജന്തുവാണ് കാക്ക. എസ്രാ ഒരു കഷ്ണം ബിസ്ക്കറ്റോ അപ്പവുമായിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങി ഇങ്ങോട്ടെ, കാക്ക കണ്ടു കഴിഞ്ഞാൽ അവനിൽ നിന്ന് തട്ടി പറിച്ചുകൊണ്ട് പോകുന്നത്. അതാ കാക്കയുടെ സ്വഭാവം. ഒരു വർഗവും അത് തന്നെയുണ്ട്, അതൊക്കെ തന്നെയായിരുന്നു. കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, ആർക്കും കൊടുക്കാത്ത കാക്കയോട് ദൈവം കൽപ്പിച്ചു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പാക്കേജ് കെരീത് തോട്ടിൻ്റെ അരികെ. നല്ല ശുദ്ധമായ തോട്ടിലെ വെള്ളം കുടിച്ച് ഈ ഭക്ഷണവും കഴിച്ച് കാക്കയുടെ കൊണ്ടുവന്ന കാക്ക എയർലൈൻസിൽ വന്ന ഫുഡ് കഴിച്ചവനെ ജീവിക്കുക. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ കാക്കയുടെ വരവ് നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അടുത്ത ആരോടാ പറഞ്ഞത്? ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ പുലർത്തുന്നത് നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന കാശാണെന്നൊക്കെ ചിന്തിച്ചാൽ അതൊക്കെ തെറ്റാ. അതൊക്കെ വേദപുസ്തകത്തിൻ്റെ ലോജിക്കിൽ നിരക്കാത്ത കാര്യങ്ങളാണ്. ഒരു ഭക്തനെ പുലർത്തേണ്ടത് ദൈവമാണെന്ന് ഓർത്തോണം. ജോലി ചെയ്യാൻ കഴിവ് തന്നെങ്കിൽ ആ കഴിവ് ദൈവത്തിൻ്റെതാണെന്ന് ഓർത്തോണം. നമുക്ക് എന്തെങ്കിലും നന്മ എവിടെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ഓർത്തോണം. നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജ്ഞാനവും നമ്മുടെ അറിവും നമ്മുടെ കുലമഹിമയും നമ്മൾ ഇന്ന കുടുംബത്തിൽ പിറന്ന ആളാണെന്നൊന്നും ആരും പറയരുത്. അതൊക്കെ വട്ടപൂജ്യമാണ്. ഇന്ന് പലരും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മുഴുവൻ ഞാൻ പൊളിച്ചു കളയുക. കൃപയാൽ, പൗലോസ് പറഞ്ഞ പോലെ കൃപയാൽ 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 എന്ന് പറയുക. ഞാനാകുന്നത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ. എന്നോട് കൂടിയുള്ള എൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഞാൻ എല്ലാവരെക്കാളും ഒടുവിനകത്ത് കൂടുതൽ അധ്വാനിച്ചു. ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ എത്രയെന്ന് പറഞ്ഞാണ് പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോയത്. അതുപോലെ ഇവിടെ കാക്കയോട് കൽപ്പിച്ചു, അത് കഴിഞ്ഞ് വിധവയോട് കൽപ്പിച്ചു. വിധവ, ഈ കാക്കയുടെ കാര്യം ഇവിടെ, വിധവ എങ്ങനെയുള്ള സ്ത്രീയായിരുന്നു? ചരിത്രം പറയുന്നത് എങ്ങനെയാ? ചരിത്രമല്ല, വേദപുസ്തകം തരുന്ന അറിവ്. ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയും കിടപ്പുണ്ട്. അത് എടുത്ത് വെള്ളം നനച്ച് ഒരു അടയുണ്ടാക്കി തിന്നിട്ട് രണ്ടും കൂടി ചാകാനിരിക്കുക. സൂസൈഡ് ചെയ്യാനിരിക്കുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ചാകാനിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവം ഒരു മനുഷ്യനെ പുലർത്താനായിട്ട് വിടുമ്പോൾ ഒരു സമ്പന്നൻ്റെ അടുക്കലേക്ക് ആരെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഈ സമ്പന്നന്മാരെ പോലെ പന്നന്മാർ ലോകത്തിൽ എങ്ങുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമ്പന്നന്മാരെ കുറിച്ചല്ല കേട്ടോ, ഈ പറയുന്ന എല്ലാവരെ കുറിച്ചല്ല. ഇഷ്ടംപോലെ കാശുള്ളവർ, പാവങ്ങളെ സഹായിക്കുന്ന അവിശ്വാസികൾ ഇഷ്ടം പോലെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്കറിയാം. യൂസഫ് അലി, അതുപോലെ ബുച്ച എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ കോടീശ്വരന്മാരാണെങ്കിലും അനേകരെ സഹായിച്ചുകൊണ്ട് പെന്തക്കോസ്തുകാരെക്കാളും നല്ലവരാണെന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത്.
പെന്തക്കോസ്തുകാരനെ പോലെ അർക്കികൾ ലോകത്ത് വളരെ കുറവാണ്. അവർ കാശുണ്ടെങ്കിൽ ആ കാശ് മുടക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, അതിന് ഒരു കുഴപ്പമില്ല. എന്നാലും പാവം പിടിച്ചവർക്ക് കൊടുക്കത്തില്ല. അതിൻ്റെ ശിക്ഷ ദൈവം അവർക്ക് കൊടുക്കാതിരിക്കട്ടെ തന്നെ ഞാൻ പറയുന്നു, അല്ലാതെ ഞാനെന്ത് പറയാനാണ്. സ്തോത്രം. അപ്പോൾ ഈ വിധവ മരിക്കാനിരിക്കുമ്പോൾ വിധവയുടെ ഉള്ള അവസ്ഥ പ്രവാചകനോട് പറയുന്നു. പ്രവാചകൻ അവളോട് എന്ത് പറഞ്ഞു? ആദ്യത്തെ അട എനിക്കുണ്ടാക്കി തരിക, എന്നിട്ട് നീയും നിൻ്റെ കുടുംബവും നീയും നിൻ്റെ മകനും ഭക്ഷിച്ചോളാൻ പറഞ്ഞു. പ്രവാചകൻ്റെ വാക്ക് അവൾ കേട്ടു എന്നുള്ളത്. ഇന്ന് ആ പ്രവാചകന്മാരാരാ? കർത്താവിൻ്റെ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരും ശുശ്രൂഷകന്മാരാണ് ആ പ്രവാചകന്മാർ. അവരുടെ വാക്ക് കേട്ടാൽ അനുഗ്രഹം. ഞാനത് 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഷ്ടത അനുഭവിക്കുന്നവരോടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊക്കെ ഞാൻ അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയും, പക്ഷേ അന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ഞങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങളുടെ കഷ്ടത കർത്താവ് മാറ്റി തന്നു. കാരണം അത് ഉപദേശം അനുസരിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവമുഖം അന്വേഷിക്കാൻ പറഞ്ഞു. അവരത് ചെയ്തപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് നീക്കം വന്നു. ഈ പ്രവാചകന്റെ വാക്ക് കേട്ട മാത്രയിൽ പോയി ആദ്യത്തെ അടയുണ്ടാക്കി കൊടുത്തു. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ആ ക്ഷാമം തീരുന്നത് വരെ കലത്തിലെ മാവ് തീരുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോവുകയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അവളും ആ മകനും അവളുടെ ചാർച്ചക്കാരും കുടുംബവും ബന്ധുമിത്രാദികളെല്ലാം ക്ഷാമകാലം തീരുന്നവരെ ഒരു പിടി മാവ് കൊണ്ടും ഒരു എണ്ണ കൊണ്ടും ആ ക്ഷാമകാലം വരെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മിറക്കൽ എന്താ ഉള്ളേ? ഓ ദൈവമേ, എന്തൊരു അത്ഭുതമാണത്! മുഴ മാറുന്നു, കുരു മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു എന്ന് പറഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ചവപ്പട്ടിയിലാണ്. എത്ര അനുഭവം എണ്ണി പറഞ്ഞു തരാൻ ഞാൻ. ഈ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നവർ ഇനിയെങ്കിലും നിർത്തുക. നീ ആരുടെ മുഴയും ഒന്നും മാറ്റാൻ ശ്രമിക്കണ്ട. കർത്താവിലേക്ക് അവരെ തിരിച്ചാൽ മതി. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞാൽ മതി. കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ അവരോട് പറഞ്ഞാൽ മതി. ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. മുഴ കർത്താവ് മാറ്റിക്കോളൂ. മുട മാറ്റാൻ നടക്കുക പറയണം. അതിൻ്റെ പേരും പറഞ്ഞ് ഒരു സഹോദരി കുവൈറ്റിൽ പോകാനിരിക്കുക. അപ്പോൾ ഒരു കള്ളപ്രവാചകൻ പറയുക, കുവൈറ്റിൽ പോകാനിരിക്കുകയാണല്ലേ, നിന്നെ ഞാൻ അമേരിക്കയ്ക്ക് വിടാൻ പോവാ. പ്രവചനം. എന്നിട്ട് അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചാണാമുക്കി ഈ പ്രവാചകനെ അടിക്കണമെന്ന് പറയാനുള്ള കാരണം. എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളെപ്പോലെ കുറേ പേരെ വിദേശത്ത് വിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ സീറ്റൊന്ന് ഉറപ്പിക്കാനെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? പക്കാ ദ്രവ്യാഗ്രഹി. ഇപ്പോൾ ആത്മീയ കുളത്തിൽ കിടന്ന് വിലസുന്നുണ്ട്. അതിന് ഓശാന പാടാൻ കുറേ, നമ്മുടെ ഐ ടി സുന്നിയുടെ കാര്യം പറഞ്ഞാൽ കുറേ മൊണ്ണകൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിത്വോപദേശം തള്ളിക്കളഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും, എല്ലാ നന്മകളും കിട്ടും, എല്ലാ ഭൗതികങ്ങളും കിട്ടും. അവസാനം എന്തു ചെയ്യും? നിങ്ങൾക്ക് നരകവും കിട്ടുമെന്ന് പറഞ്ഞു വയ്ക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങളല്ല വേണ്ടത്. ഈ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാറ്റിനേക്കാളും നമ്മുടെ നിത്യത ഉറപ്പിക്കണം. നമുക്ക് ദൈവരാജ്യത്ത് പോകണം, നമുക്ക് സ്വർഗരാജ്യത്ത് പോകണം, നമുക്ക് നിത്യതയിൽ പോകണം, നമുക്ക് 1000 ആണ്ട് വാഴ്ച കിട്ടണം, നമുക്ക് രൂപാന്തര ശരീരം കിട്ടണം, കാഹളം ധരിക്കുമ്പോൾ ഉയർപ്പ് കിട്ടണം, നമുക്ക് രൂപാന്തരം കിട്ടണം, നമുക്ക് നിത്യത കിട്ടണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്തരമായ അശ്രേഷ്ഠകരമായ സ്വർഗീയ കനാൻ പ്രാപിച്ചെടുക്കണം. അതായിരിക്കണം ഒരു പെന്തക്കോസ്തുകാരൻ്റെ ലക്ഷ്യം. അതായിരിക്കണം ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗം. അല്ലാത്ത പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ കീശ വീർക്കും, ഒരു ഗുണം ഉണ്ടാകത്തില്ല. സ്വത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസ്മരിക്കാൻ പോകുന്ന ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ച് 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അത് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്നും അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ പ്രധാനമായ, വ്യാഖ്യാനികളുടെ സമയം എനിക്കില്ല. സത്യം വിട്ട് തെറ്റിപ്പോകുന്നവനെ തിരിച്ചു വരുത്തുന്നതാണ് ദൈവവചന ശുശ്രൂഷ. അങ്ങനെ ചെയ്യുന്നവൻ പാപിയെ നേർവഴിയാക്കുകയും അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ കേൾക്കുന്നവരും പറയുന്നവരും ഓർത്താൽ നന്ന്. പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും,
എന്നവന പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കണം. പഴയ നിയമത്തിൽ പാപം മറയ്ക്കപ്പെടുകയാണ് ചെയ്തത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, സ്തോത്രം, മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മർക്കോസ് 2:5, 2:10 മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. യേശു കർത്താവിൻ്റെ രക്തത്തിൽ കൂടി പാപമോചനം പ്രാപിച്ച് യഥാർത്ഥ മാനസാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയായിരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ച് ആത്മീയ അവസ്ഥയിൽ ആത്മീയമായ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ യാക്കോബ് നമ്മെ പഠിപ്പിച്ച യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1, 2, 3, 4, 5 അധ്യായങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ചെറിയൊരളവിൽ നമ്മൾ പഠിച്ചു. കാരണം ഇതിനേക്കാൾ ഗഹനമായി പഠിപ്പിക്കുന്ന അനേകരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഗഹനമായി നമ്മളെ പഠിപ്പിച്ചു. ഞാനല്ല നിങ്ങളെ പഠിപ്പിച്ചത്, യാക്കോബാണ്. ഞാൻ സെക്കൻഡ് ചെയ്തു. യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. യാക്കോബ്, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ഉപദേശം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഓദർ അപ്പോസ്തലന്മാരാണ്, കർത്താവാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.